ഇവിടെ വന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മുടെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ കാണാം എന്ന് വിചാരിച്ചു വന്നതാണ്. അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ ഗാന്ധി എങ്ങനെ ഈ വയനാട്ടിൽ മത്സരിക്കുന്നത് എനിക്കൊരു അത്ഭുതമാണ്. എനിക്ക് ഏത് ചോദ്യം ചോദിക്കാം ഇവിടെ ഇടയ്ക്ക് പറയുക. വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇത് വാക്കാണ് കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രകടന പത്രിക, ആ കോൺഗ്രസ് പ്രകടന പത്രിക നിങ്ങൾ ഒന്ന് അവലോകനം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പശ്ചിമഘട്ട സംരക്ഷണ നിയമം കൊണ്ടിട്ടുണ്ട്. അർത്ഥം മനസ്സിലായില്ല ഞാൻ പറയണം. 2013 ഇത് തന്നെ ചെയ്തതാണ്. 2013 പശ്ചിമഘട്ട വികസന നിയമം തന്നെ കൊണ്ടെന്നെങ്കിലും ബാങ്കുളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലേ? നിർത്തുക. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്, അറിയാൻ പാടില്ല. ഞങ്ങളങ്ങനെ തോട്ടെ കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങനെ വയ്ക്കാം, തുടരാം. അതായത് പശ്ചിമഘട്ട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എന്താ, പശ്ചിമഘട്ടം നമ്മുടെ വയനാടല്ല. ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാം വനം കയ്യേറ്റക്കാരാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അത് പറയുന്നുണ്ട് ഇതിനകത്ത്. അതായത് ഈ നിയമം പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനത് ഒന്ന്, കറക്റ്റായ തെളിവ് സൂചിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ വിടുന്നത് എനിക്കറിയാം. നിങ്ങൾ വയനാട്ടിലെ പത്രക്കാരത്ര മോശമല്ലെന്ന് എനിക്ക് ബോധ്യമാണ്. അത് പേജ് 42, 43, 45 വായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതായത് രാഹുൽ ഗാന്ധി ഖാർഗെയും കൂടി പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി വകുപ്പിന്റെ പ്രത്യേകമായ ഇതിനകത്ത് 42, 43, 45 പേജുകൾ വായിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ഇതിങ്ങനെ എടുത്തു കാണിക്കുക, ഇത് ഇംഗ്ലീഷും മലയാളം രണ്ടു ഗുണം. 42 പറയുന്ന 42 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 42-1 ഒന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പരിസ്ഥിതി സംരക്ഷണം, വനസംരക്ഷണം, ജൈവവൈവിധ്യ സംരക്ഷണം, തീരദേശ നിയന്ത്രണം, തണ്ണീർത്തട സംരക്ഷണം, ആദിവാസി അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയ്ക്കുള്ള നയങ്ങൾ ശക്തിപ്പെടുത്തുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് ദേശീയ സംസ്ഥാന കാലാവസ്ഥാ മാറ്റ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. ഒരു സ്വതന്ത്ര അതോറിറ്റി രൂപീകരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്വതന്ത്ര അതോറിറ്റി, ഗവൺമെന്റ് അല്ല, സ്വതന്ത്ര അതോറിറ്റി. അത് ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. We will constitute an independent environment protection and climate change authority to establish, monitor and enforce environmental standards and to enforce the national and state climate change plans. അർത്ഥം മനസ്സിലായില്ലേ? ഈ അതോറിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന് പോലും അതിൽ ഇടപെടാൻ കഴിയില്ല, കോടതിക്ക് അധികാരമില്ലെന്നാക്കുകയാണ് ഈ അതോറിറ്റിയുടെ കീഴിൽ വരിക. ഇങ്ങനെ വന്നാൽ വരാൻ പോകുന്ന എന്താ, ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഈ വയനാട് ജില്ലയ്ക്കാണ്, അത് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്കാണ്, അത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയ്ക്കാണ്, അത് കഴിഞ്ഞാൽ പത്തനംതിട്ടയില്ല. അപ്പം വയനാട്, ഇടുക്കി,
കണ്ണൂർ, പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ നൂറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇറങ്ങിപ്പോണെന്നാണ് പറയാൻ അർത്ഥം. അതായത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, 2013 നമ്മുടെ കസ്തൂരി രംഗൻ റിപ്പോർട്ടുണ്ട്. കസ്തൂരി രംഗൻ മറ്റേ കക്ഷി ഗാഡ്ഗില്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഗാഡ്ഗിലെ നാട്ടുകാർ ഓടിച്ച പിള്ളേരെല്ലാം കൂടെ. ആ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അതേപടി നടപ്പാക്കുന്നതായി പറയുന്നത്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് 2013 വന്നെങ്കിലും ദൈവത്തിന് കാരുണ്യം കൊണ്ട് 14 മോദി ഗവൺമെന്റ് വന്നതോടുകൂടി ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അവിടെ ഷെൽഫി മാറ്റിവെച്ചു. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ പത്രസമ്മേളനം നടത്തേണ്ട ഗതി ഉണ്ടാവില്ല. നിങ്ങളിവിടെ കാണില്ല, ഞാനും കാണില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്കായി മാറിയാൽ എങ്ങനെ നോക്കും? അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന രാഹുൽ ഗാന്ധി അടിച്ചിറക്കപ്പെടും എന്ന് പറയുന്ന ജനങ്ങളെ വോട്ട് ചോദിക്കാൻ വരുന്നതിന്റെ മര്യാദ എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. Congress will appoint a high-level committee to study the issue of landslide in the hill districts, involve measures to prevent landslides and ensure citizen safety. അതായത് ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലയിൽ പ്രത്യേകം നോക്കിയിട്ട് ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കും സ്റ്റഡി ചെയ്യാൻ. എന്നിട്ട് അവിടെ മെഷേഴ്സ് സ്വീകരിക്കും പ്രിവെന്റ് ചെയ്യാൻ. എങ്ങനെയാണ്? യാതൊരു കാരണവശാലും ഉരുൾപൊട്ടലെ തടയാൻ നിയമം ഇന്നുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം എന്താ മെഷേഴ്സ്? ആ മേഖലയിലുള്ള ആളുകളെ വഴി കുടിയിറക്കുക. ഇതാണ് ഇതിന്റെ നിയമം. അത് ചെയ്യുന്നത് ശരിയാണോ? ഇത് ഏത്? അതാണ് ഇതിനകത്ത്. ഇത് രാഹുൽ ഗാന്ധി ഇറക്കിയത് ഇതാണെന്നുള്ള ഇതിന്റെ സങ്കടം. അതുപോലെ തന്നെ 7 ഇന്ത്യ എക്സ്പീരിയൻസ് ദി ബിഗസ്റ്റ് അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഇന്ത്യ എക്സ്പീരിയൻസ് ദി ബിഗസ്റ്റ് ലോസ് ഓഫ് ഫോറസ്റ്റ് കവർ ആഫ്റ്റർ ബ്രസീൽ ബിറ്റ്വീൻ 2015 and 2020. അതായത് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫോറസ്റ്റ് കവർ നശിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഇന്ത്യയാണ്. We will work with the state government to increase the forest cover, verifying forest and forest cover in accordance with the modern scientific standards and involve local communities in afforestation. അർത്ഥം മനസ്സിലായി? ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മുഴുവൻ എണ്ണത്തിന് അടിച്ചിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഫോറസ്റ്റ് ഇല്ലാതാക്കിയിരിക്കുക നമ്മളെന്ന്. അത് അർത്ഥം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി കേരളത്തിലെ കൂടുതൽ കുടിയേറി താമസിച്ചവരെ, നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളെ പോയി കുടിയിറക്കും. ഉദാഹരണം പറഞ്ഞാൽ വയനാട് ജില്ലയിൽ ഒരു മനുഷ്യൻ കാണുക. ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക, നമ്മുടെ ഇടുക്കിയില് കട്ടപ്പന എന്ന് ടൗൺ എന്ന് മാത്രമല്ല, അവിടെ ജില്ലാ ആസ്ഥാനമാകേണ്ടതായിരുന്നു കട്ടപ്പന. ആ കട്ടപ്പന പോലും അടിച്ചിറക്കപ്പെടാൻ പോവുക ഈ നിയമം വന്ന്. ഈ നിയമം ഉണ്ടാക്കി വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. ജയിപ്പിക്കണമെന്ന് ഇവിടുത്തെ ആളുകൾ, കുടിയിറക്കപ്പെടണം എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 10 അത് ഞാൻ ഇതെല്ലാം വായിക്കുകയാണ്, പ്രധാനപ്പെട്ട വായിക്കുക. We will not limit disaster management to humans and will expand it to include other vulnerable lives such as wild animals, domestic animals, pets and livestock. ഇത് മനസ്സിലായല്ലോ. നമ്മളൊക്കെ വലുതും മൃഗങ്ങളാണ്. പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ കൂടുതൽ സംരക്ഷിക്കും. അതായത് ഇത്ര നാളും മനുഷ്യന്റെ സംരക്ഷണത്തിന് നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ നിയമം കൂടുതൽ പ്രാവർത്തികമായി മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കേണ്ട അർത്ഥം നമ്മളെല്ലാം പൊക്കോളാൻ. Conflict between humans and wildlife have increased. We will intervene and find solutions that are specific to the areas of conflict. അതായത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കുന്ന മേഖലയിൽ ഈ അതോറിറ്റി ഇടപെടുന്നു. അതിനകത്ത് നമ്മളെ ഓടിക്കും. കാരണം നമ്മളും മൃഗങ്ങളും തുല്യമാണെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുക. രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ബഹുമാനായ നമ്മുടെ രാഹുൽ ഗാന്ധി
നേരിട്ട് രാഹുൽ ഗാന്ധി നമ്മുടെ ഖാർഗെയും കൂടെ പ്രസിദ്ധീകരിച്ച പ്രകടനപത്രികയാണ്. ഈ പ്രകടനപത്രികയും വെച്ചുകൊണ്ട് ഈ വയനാട്ടിൽ വോട്ട് ചോദിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ടോ? ഇത് വാക്കാണ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രകടനപത്രിക ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ആലോചിച്ചു, ഇത് വാക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ആകെ ഒരു ആശ്വാസമുള്ളത് എന്താണെന്നറിയോ? ഒരു കാരണവശാലും ഇന്ത്യയുടെ ഭരണ വഴി പോവുകയില്ല, അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടെന്നൊരു കാര്യമാണ്. പക്ഷെ ഇന്ത്യക്ക് ഇവിടെ വരാൻ അധികാരമില്ല, അവിടാ പ്രശ്നം. കാരണം ഇത് വാക്കാണ്. കോൺഗ്രസ് പ്രകടനപത്രിക ഇങ്ങനെ ഇറക്കിയിട്ട് വയനാട്ടിലെ ജനങ്ങളെ ഇവിടെ അടിച്ചു ഓടിക്കും, മുഴുവൻ മൃഗങ്ങൾക്ക് കൊടുക്കും. അതായത് കാർബൺ ക്രെഡിറ്റ് ഫണ്ടാണ് എന്ന് പറഞ്ഞു. ഒരു സംശയമില്ല പറഞ്ഞു. ധൈര്യമുണ്ട് കേസ് കൊടുക്കട്ടെ, ആരോപണമായിട്ട് ഉന്നയിക്കുക. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങളിൽ ഫോറസ്റ്റ് ആക്കി അവിടെ ഓക്സിജൻ വേണം. അമേരിക്കക്കാരനും ഇംഗ്ലണ്ടിലും ജപ്പാനിലും അതുപോലെ തന്നെ ഉള്ള ജർമ്മനി ഉൾപ്പെടെ വലിയ സമ്പന്നന്മാരുടെ രാജ്യത്ത് മുഴുവൻ അവർക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ സൗകര്യമില്ല. അവരുടെ ജനങ്ങൾക്ക് സുഖമായിട്ട് സോളി കിടക്കണം, അവരുടെ സന്തോഷമായിട്ട് പോകണം. അതിന് പോകണമെങ്കിൽ മരങ്ങൾ എത്ര വേണം? ആ മരങ്ങളുടെ മാർഗം എന്താ? ഒറ്റ മാർഗമുള്ളൂ, 3-4 ലോകരാഷ്ട്രങ്ങൾ തകർക്കുക. ആഫ്രിക്ക മുഴുവൻ തീർത്തില്ലേ? കാർബൺ ക്രെഡിറ്റ് ഫണ്ട് ഈ സമ്പന്നന്മാര് പണം കൊടുത്തല്ലേ ചെയ്യുന്നത്. ഇവിടുത്തെ കേരളത്തിൽ രാഷ്ട്രീയ ഞാൻ നിയമസഭ പറഞ്ഞല്ലോ, ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് പുട്ടടിച്ച് കിടക്കുകയാണ് കേരളത്തിലെ കുറെ മാന്യന്മാർ. എന്നിട്ട് പാവപ്പെട്ട ജനതയ്ക്കൊള്ളാൻ കൂട്ടുനിന്ന് കൊടുക്കുക. അതിന്റെ ഭാഗമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തനം ആലോചിക്കണം, ഇത് വേണോ? ഈ പ്രകടന പത്രിക അനുസരിച്ച് വോട്ട് ചെയ്യുന്നത് ശരിയോ എന്ന് ചിന്തിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. യാതൊരു കാരണവശാലും രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത് മര്യാദയല്ല, ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഈ വസ്തുത വയനാട്ടിലെ ഇടുക്കിയിലെ ഉൾപ്പെടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇത്രയുള്ളൂ പറയാം. പ്രകടനപത്രിക എഴുതി ഞാൻ പറഞ്ഞു, ഇവരാരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. കാർബൺ ക്രെഡിറ്റ് ഫണ്ടാണ് ഈയനും തീരുമാനങ്ങൾ ഓരോ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് എടുപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ പ്രകടനപത്രിക ഉണ്ടാക്കാൻ ക്രെഡിറ്റ് ഫണ്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. പറയാത്തത് പറയണം. പക്ഷെ എനിക്ക് സംശയമില്ല അക്കാര്യത്തിൽ. ഈ സ്ലൈഡ് ഉണ്ടാകുന്നത് കേട്ടോ, ഞാൻ പൂഞ്ഞാർ MLA 7 പ്രാവശ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന അടിവാരം എന്ന് പറയുന്ന പൂഞ്ഞാർ നിയമത്തെ സ്ഥലമാണ്. സർവ്വ സ്റ്റഡി നടത്തിച്ചിട്ടുണ്ട് ഞാൻ. അതായത് ഇപ്പോഴത്തെ പരിസ്ഥിതിയുടെ നമ്മുടെ ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവർ വന്ന് മാസം കടന്ന് സ്റ്റഡി നടത്തി. ഞാൻ എല്ലാ ദിവസവും പൊക്കോണ്ടിരുന്നതാണ്. ഓരോ ഇഞ്ച് വെച്ച് മുഴുവൻ നോക്കി. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണും പാറയും തമ്മിൽ യോജിക്കുന്നിടത്തൊരു പശയുണ്ട്. ആ പശയില്ലാത്ത മേഖലയെല്ലാം ഉരുൾപൊട്ടലുണ്ടാവും. കാരണം സ്വല്പം വെള്ളം വന്നാൽ മണ്ണ് ഒലിച്ചു പോകും. അതായത് 116 ഉരുളാണ് ഒരു ദിവസം അടിവാരത്ത് പൊട്ടി. അത് കഴിഞ്ഞാണ് ഞാൻ പരിശോധിക്കാനിടയായത്. അത് നല്ലവണ്ണം പഠിച്ചിട്ടാണ് പറയുന്നത്. ഈ ഉരുൾപൊട്ട മേഖല എന്ന് പറഞ്ഞ് സ്ഥലത്തെ മാറ്റണ്ട, വലിയ വെള്ളപ്പാച്ചിൽ വന്ന് കരയിലാകെ എടുത്തു പോവാം. അതല്ല മണ്ണ് പൂർണ്ണമായിട്ട് പോരുന്ന ഉരുൾപൊട്ടൽ, അതാണ് യഥാർത്ഥ ഉരുൾപൊട്ടൽ. അത് വളരെ റയറാണ്. നമ്മുടെ വയനാട് മേഖലയിൽ ചിലയിടത്തുണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്. വയനാട് ജില്ലയിൽ ഈ പറയുന്ന പോലെ ഒരു മേഖലയില്ല. പഠിച്ചത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു സഹോദര, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി. ഞാൻ പറഞ്ഞ കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കട്ടെ, എനിക്ക് തർക്കമില്ല. എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു നല്ലവണ്ണം പൊതുപ്രവർത്തനമായി നല്ലവണ്ണം ജീവിച്ചിട്ട് മാന്യമായി ജീവിച്ചിട്ട് ഓരോരുത്തരുടെയും ചെലവിലല്ല ഞാൻ ജീവിച്ചത്. ആന്യയുടെ പൊതുപ്രവർത്തനം നടത്തണേ. മനസ്സിലായി? അത് എന്നോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾ എന്താ പറയാ എന്നത്തെ ഈ പത്രക്കാരായിട്ട് നടക്കുന്നത്? നിങ്ങൾക്ക് എന്നത്തെ കുഴപ്പം? നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ട്. നിങ്ങളെ പഠിച്ചിട്ടാ മതി. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കുക. നിങ്ങൾക്ക് എന്താ കാര്യം ചോദിച്ചോളൂ. വായിച്ചു. അതെ,
അതേപോലെ അത് ഞാൻ പറയാം. ഇത് ജനങ്ങളോട് സംസാരിച്ചിട്ട് വനവൽക്കരണം എങ്ങനെ നടക്കാനാണ്? ഞാൻ എൻ്റെ ഭൂമി വിട്ടുകൊടുത്തിട്ട് വനം ഉണ്ടാക്കിക്കൊള്ളാൻ പറയും. അപ്പം നടക്കേ ഒരു ജനങ്ങളെ ഒരു എതിർപ്പ് ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു സ്ഥലത്ത് ജനങ്ങളെ കൂട്ടും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതോറിറ്റി ഫൈനൽ അതോറിറ്റിയാണ്. ആ അതോറിറ്റി ചെയ്യുന്നത് നമ്മൾ എങ്ങനെ തടയാൻ കഴിയും? അതോറിറ്റിക്കുള്ള അധികാരമുണ്ട്. ഞാൻ ചോദിക്കും, ഇപ്പം നിലവിൽ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമുള്ള പിന്നെ എന്തിന് പ്രത്യേക അതോറിറ്റി? 2013 ആ നിയമം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ആ നിയമം മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ നമ്മളും ഇങ്ങനെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. അതൊന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് അതിന് കണക്കല്ല, കറക്റ്റ് കണക്കില്ല. എല്ലാ കണക്കും ഞാൻ ഓരോരുത്തർക്കും മാറ്റുന്നതിന് കണക്കേ എടുക്കാറില്ല. എന്റെ ആവശ്യം വന്നില്ല. ആവശ്യം വരെ തീർച്ചയായിട്ടും ഞാൻ പഠിക്കേണ്ട എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പഠിക്കും. ആവശ്യമില്ലാത്തത് പഠിക്കാറില്ല. മനസ്സിലായില്ലേ? എനിക്ക് ആവശ്യമുള്ള തീർച്ചയായിട്ടും പഠിക്കും. പഠിക്കാതെ ഞാൻ മടങ്ങനായിട്ട് കിടക്കാൻ പറ്റും. എന്റെ വലിയ സഹോദരൻ 7 പ്രാവശ്യം ഞാൻ കുഞ്ഞുമ്പോൾ ഒരു കുഞ്ഞാൻ്റെ MLA ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത MLA പൊട്ടണങ്ങനെ ചെയ്യരുത്. മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ മാധ്യമപ്രവർത്തനം മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നല്ലവണ്ണം ജീവിക്കുന്നവനെ. ഏതാ? അല്ല, പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? അതിനകത്ത് ഈ കാര്യങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഈ കാര്യങ്ങൾ കണ്ണൂരിലെ മലയോരയിലെ മലയോര ജനതയ്ക്ക് കുഴപ്പമാണ്. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾ അനുസരിച്ച് പത്തനംതിട്ട ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇത് മുഴുവൻ തെറ്റാന്ന് പറയുന്നത് എനിക്കത് തലയ്ക്ക് ഓളമല്ലോ. അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ പറ. ഞാൻ പറയാത്ത കാര്യം പറയണ്ട. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിന്നെ ടൗൺ മേഖലയാണ്. പക്ഷെ വയനാട് എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. വയനാട് മലയോര മേഖലയുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ടൗൺ മുഴുവൻ, മനസ്സിലായില്ല, മുഴുവൻ ടൗണായി മാറിക്കഴിഞ്ഞു. ഇത് മുഴുവൻ ജനങ്ങളാണ്. ഇത് ജനം ചുമ്മാ വന്ന് കരുതാണ്. അവരുടെ ജീവനും സമ്പത്തും മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ മുഴുവൻ കൂടെ നാളെ എക്കോളജി പ്രോജക്ട് എന്ന് ഇറക്കിവിടാൻ പറ്റുമോ? അതിന് പറ്റുന്ന നിയമം ഉണ്ടാക്കാൻ പോകുന്നത് സാധ്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് തന്നെ വൈരാഗ്യം പറ്റുള്ളൂ. കോൺഗ്രസ് പറയുന്നത് മുഴുവൻ തെറ്റാന്ന് പറയാൻ എനിക്ക് തന്നെ അതിന്റെ കാര്യം. പോസിറ്റീവായിട്ട് കാണുന്നത് ഈ നാടിനോട് സ്നേഹമില്ലാത്തവർക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. നാടിനെ സ്നേഹിക്കുന്നവർക്ക് ഈ പ്രകടന പത്രിക ഒരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയില്ല. കാണുന്നെങ്കിൽ അങ്ങനെ മനസ്സിൽ എന്തോ കുഴപ്പമുണ്ട്. അതെങ്കിൽ രാഷ്ട്രീയ അതിപ്രസരം ആ കുഴപ്പമുണ്ടാകാം മനസ്സിൽ. അങ്ങനെ വന്നാൽ ഇത് കൊള്ളാമെന്ന് പറയും. എന്തോ അല്ല, സഹോദരൻ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് നിയമം അല്ലാതെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഒന്നിനെ തൊടാൻ പാടില്ലെന്ന കേരളം പറയുന്നത്. നമ്മുടെ വനംബന്ധ പറഞ്ഞൊക്കെ ഒന്നിനും തൊടത്തില്ല. പന്നിയെ കൊല്ല, പോത്തിനെ കൊല്ല, എല്ലാ മൃഗങ്ങളെയും നമ്മളെ ആക്രമിക്കും എന്ന് കണ്ട കൊല്ലാൻ അധികാരം ആനയെ ഉൾപ്പെടെ വെടിവെക്കാൻ നമുക്കറിയാമോ? അത് സംബന്ധിച്ച് ആരും പറയല. കേന്ദ്ര നിയമം അനുസരിച്ച് ഉണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇത് കുഴപ്പം ആദ്യം ഇങ്ങനെ പഠിച്ചു. ഈ ഫോറസ്റ്റുകാരൻ ചെയ്യേണ്ടത് ഫോറസ്റ്റിനകത്തെ കാര്യം നോക്കണ്ടേ. ഫോറസ്റ്റ് അല്ലാത്ത ഈ നാടിന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ പോലീസുണ്ട്. ക്രമസമാധാനം പ്രശ്നം നോക്കാൻ പോലീസില്ലേ. പക്ഷെ ഫോറസ്റ്റുകാരൻ ഇറങ്ങിയിരിക്കില്ല നമ്മളെ വളർത്താനായിട്ട്. അവൻ ഫോറസ്റ്റിനകത്തെ കാര്യമെല്ലാം നോക്കുന്നുണ്ടോ? ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഇത് നോക്കാനുള്ള ഫോറസ്റ്റുകാരൻ വേറെ ഇറങ്ങി വയനാട് ടൗണിൽ കൂടെ നടന്ന് നമ്മളെ മര്യാദ പഠിപ്പിക്കുക. ഫോറസ്റ്റുകാരനെ മര്യാദയ്ക്ക് നിർത്താനുള്ള നിയമം ഫോറസ്റ്റ് ഉണ്ടാകണം. മന്ത്രി ഉണ്ടാകണം. ഏതാ നട്ടലുള്ള മന്ത്രി ഉണ്ടാകണം. ഏതാ? കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ ആക്ട് അനുസരിച്ച് തന്നെ മൃഗങ്ങളിൽ നമ്മുടെ കൃഷിക്കാരനെയും പാവപ്പെട്ട കച്ചവടക്കാരനെയും ഒക്കെ തൊഴിലാളിയൊക്കെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ അതിൽ മാറ്റങ്ങൾ വേണോ? ചർച്ച ചെയ്യണം. ഞാൻ ഇന്ന് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്ന്
മാനന്തവാടി നിന്ന് അഭിനന്ദ പിതാവിനെ പോയി കണ്ടു. 1 മണിക്കൂർ അദ്ദേഹത്തോട് ചർച്ച ചെയ്യേണ്ടി വന്നു. എന്തുവരും പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയെന്ന് അറിയാം. അദ്ദേഹം എല്ലാ കാര്യം വെൽ സ്റ്റഡീഡാണ്. അപ്പോൾ ഈ നാട്ടിൽ ഈ മാനന്തവാടി വയനാട് മേഖലയിലെ ബുദ്ധിമുട്ടും മുഴുവൻ അദ്ദേഹം ഇങ്ങോട്ട് പറയുക. അദ്ദേഹത്തിനുള്ള അനുഭവം, അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് മയില് നമ്മളിവിടെ ഈ പോത്തും ആനയാണ് പറഞ്ഞത്. മയിലിന്റെ കാര്യമാണ് ഇത് പിതാവ് പറഞ്ഞത്. ജനലിൽ വന്ന് അടിച്ച് ജല്ല് പൊട്ടിക്കുക. അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഇത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അത് ചെയ്യേണ്ട എന്താ? ആദ്യം മനുഷ്യനാണ് വലുതെന്ന് ആദ്യം കണക്കാക്കുക. മൃഗങ്ങളെ മുഴുവൻ കൊല്ലാനല്ല. ഞാൻ ചെയ്തത് ഓസ്ട്രേലിയയില് അവിടുത്തെ ദേശീയ മൃഗം കങ്കാരു. അറിയാവോ? കങ്കാരുവ. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പം ഹോട്ടലിൽ ചെന്നപ്പോൾ എനിക്ക് കങ്കാരുവിന്റെ ഇറച്ചിയാണ് കിട്ടിയത്. ഞാൻ അന്തിച്ചു. എന്താണ് പറ ദേശീയ മൃഗത്തിന്റെ ഇറച്ചിയോ? അവ പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു. എല്ലാ കടയിൽ ചെന്നാലും ദേശീയ മൃഗത്തിന്റെ ഇറച്ചി കിട്ടും. നീ ഇതെന്തൊക്കെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു കണക്കുണ്ട്. ആ രാജ്യത്ത് ആകെ ജീവിക്കാൻ അനുവദിക്കാവുന്ന ഈ കങ്കാരുവിന്റെ കണക്കുണ്ട്. അത് കൂടി അന്നേരെ 1 വർഷം 1 മാസമോ 2 മാസമോ ഒക്കെ വെടിവെക്കാൻ പൗരന്മാർക്ക് അവകാശം. മുഴുവൻ വെടിവെച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായത്. ഇവിടെ ആ നിയമമൊക്കെ മാറണമെന്ന് നമുക്ക്. ഞാനത് പറഞ്ഞ ഉദാഹരണം ഞാൻ നിയമസഭ പറഞ്ഞു. നിങ്ങൾ കേട്ടു, എല്ലാവരും ചിരിച്ചതല്ലേ. ഞാൻ നമ്മുടെ ഗണേശൻ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചതാണ്, താരതമ്യ നിയമം ഉണ്ടാക്കുന്നത്. മയിലെ തിന്നണമെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ദേശീയ മൃഗമായ കങ്കാരുവിന്റെ ഇറച്ചി ഏത് കടയിലും വിൽക്കാൻ കിട്ടും. ഏത് ഹോട്ടലിൽ ഇറച്ചിയും കിട്ടും എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് വേണേ തിന്നണ്ട, എനിക്ക് വിരോധം. സെറ്റിൽമെന്റ്. അതെ, അല്ലെ പോലെ അനിയൻ പറഞ്ഞതാണ് ഇത് ചെയ്യും. ഞാൻ നിങ്ങളോട് അനുകൂലിക്കുക. അതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ പറയട്ടെ, ഒന്ന് പറയട്ടെ. ഇങ്ങോട്ട് പറഞ്ഞതിന് മറുപടി ഒന്ന് പറയൂ. ഇങ്ങോട്ട് നിങ്ങൾ പറഞ്ഞോളൂ, മുഴുവൻ കേൾക്കാൻ. അവിടെ 300ഓളം പേര് മരിച്ചിട്ടുണ്ട്, അറിയാമോ ഈ വർഷം? ഇത്രയും മനുഷ്യജീവനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ നിയമത്തിന്റെ ഭേദഗതി ചർച്ച ചെയ്യാൻ നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ അനിയൻ അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അനിയൻ പറഞ്ഞത് 100% യോജിച്ചുകൊണ്ടാണ് പറയുന്നത്. എതിർത്തല്ല ഞാൻ പറയുന്നത്, അനുകൂലിക്കുകയാണ്. ഇതായത് 72-ലുണ്ടായ നിയമം അതവിടെ നിൽക്കുകയാണ്. പല നിയമങ്ങളും മോദിയുടെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. നിയമങ്ങൾ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുക. ആ കുറയ്ക്കുന്നു കൊടുത്ത് പല നിയമങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ എല്ലാ നിയമങ്ങളും കൂടെ ക്രോധീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ പോലെ ഒരു 100 നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ മാറണം. അതിന് ശക്തമായ നമ്മുടെ അഭിനന്ദ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിൻ്റെ നോട്ടൊക്കെ എൻ്റെ ഇതുണ്ടായി. ആ നോട്ട് ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഉടനെ എത്തിച്ചു കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലെ ആദ്യത്തെ ഒരു ചർച്ച എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ കൂടെ ജനപ്രതിനിധികളെ ഉപേക്ഷിച്ചൊന്നും കൂടാൻ കഴിയില്ല. അവരെ കൂടി ഉൾപ്പെടുത്തി പിതാവ് പങ്കെടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി കോൺഫറൻസ് എത്ര താമസിക്കാതെ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ നടപ്പാക്കി ഒരു ചർച്ച നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചയോട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയാലല്ലാതെ ഈ വയനാട്ടിലെ ജനങ്ങൾ രക്ഷപ്പെടില്ല. വളരെ ദയനീയമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ 2015 വരെ 6 മാസം കൊണ്ട് ഒരു ദിവസം ഇവിടെ വന്നുകൊണ്ടിരുന്ന അന്ന് നിങ്ങളൊക്കെ പിള്ളേരെ ഓർക്കുന്നില്ലായിരിക്കും. ഇവിടെ പഴയ പ്രസിഡന്റ് അറിയാമല്ലോ, അതേ ഇരിക്കുന്നു. പുള്ളി മിണ്ടാതിരിക്കുക, പുള്ളിക്കറിയാം ഞാൻ വന്നുകൊണ്ടിരുന്നതാണ്. എനിക്കിതെല്ലാം അറിയാം. ഭയങ്കരമായി നിങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുള്ള ആളാണ് നിയമസഭയ്ക്കകത്ത്. അകത്തും പുറത്തും വഴക്കുണ്ടാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയും. അതൊരു കാര്യം എന്താ? കേട്ടോ അനിയന്റെ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ കൊടുത്ത റിപ്പോർട്ട് വായിക്കണം. എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? വനവും വനമൃഗങ്ങളും അവിടെ, ജനവും പട്ടയഭൂമിയും ഇവിടെ.
ആ നിലയിൽ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം രാഷ്ട്രീയം എടുത്ത് മാറ്റി പറയട്ടെ. ഒന്ന് പറയാൻ അനുവദിക്കുക. നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക, പറയാൻ അനുവദിക്കാതെ എന്താ മര്യാദയാണ്? ഒന്ന് പറയട്ടെ സഹോദര, ഒന്ന് കേട്ടിട്ട് വഴക്കുണ്ടാക്കുക. അതായത് വനത്തിന് ഒരു നിശ്ചിത പരിധി വെച്ചുകൊണ്ട് അതിനപ്പുറത്തും മൃഗങ്ങളെ ഇങ്ങോട്ട് ഇറങ്ങിയ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമം ഉണ്ടാക്കും. എൻ്റെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ മനുഷ്യനും വനത്തിക്കാരൻ്റെ കാര്യമില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ വലിയ സിമെന്റ് ഇട്ട് ഭിത്തി കെട്ടുന്ന കാര്യത്തിനാണ് പ്രപ്പോസൽ കൊണ്ട് നിൽക്കുന്നത്. ആ പ്രപ്പോസൽ ഇല്ലാതെ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ എരുമേലി കോരത്തോട് മേഖലയിലെ വനം ആന മാത്രമല്ല പാമ്പ് വരെ കയറുകളാത്ത നിലയിൽ സൗരോർജ്ജ വേലി വെച്ചതാണ്. ആ സൗരോർജ്ജ വേലി വരുമ്പോൾ പാമ്പ് വന്ന തല വെക്കുക, അന്നേരം ചാവുകയായിരുന്നു. ഒരു മൃഗം കൊണ്ട് കയറില്ല, ആന തെറിച്ച് പോവുകയായിരുന്നു. ഒരു ശല്യമില്ലായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ജനങ്ങൾ നോക്കിയില്ല. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ അടുത്ത ചെന്നപ്പം 1 കിലോമീറ്റർ വേലിയില്ല. എന്ത് ചെയ്യും നമ്മുടെ ആളുകളുടെ സ്വഭാവം? എന്ത് മറുപടി പറയാന്? അതുകൊണ്ട് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഭിത്തി കെട്ടുക തന്നെയാണ്. അങ്ങനെ ഭിത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ 630 കിലോമീറ്റർ മറ്റെന്നാ കേട്ടത്. എനിക്കതിന് കറക്റ്റ് അറിയില്ല. അത്രയും ഭിത്തി കെട്ടണമെങ്കിൽ സർക്കാർ ഇപ്പം തന്നെ 4,50,000 കോടി രൂപ കടവാക്കി പിണറായി വിജയൻ നാട് നശിപ്പിച്ച് വെച്ചിരിക്കുക. നിങ്ങളും ഞാനും ഒക്കെ 1,22,000 രൂപ കടക്കാരനാന്ന് ഓർത്തോണം. അപ്പോഴാ ഇനി ഭിത്തി കെട്ടാൻ കാശ് ആര് തരും? ഭിത്തി കെട്ടാൻ കാശുണ്ടേ. അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ്. എന്താണ് എന്നൊരു സൊല്യൂഷൻ ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ ഞാൻ പഠിക്കണം. അതാണ് എന്റെ അഭിപ്രായം. അത് തന്നെ പറയട്ടെ. ആദിവാസി അല്ലാതെ വേറെ ഒരുത്തത് കാരണം കാര്യം എന്നാ? അല്ല, അവര് മരിക്കാതെ അവർ രക്ഷപ്പെട്ടു. നമ്മൾ വിളവിക്കണ്ട. ആദിവാസിക്കാർ കഴിവുണ്ട്. ഞാനിപ്പോ ഈ വയനാട്ടിൽ അങ്ങേ അറ്റത്ത് ആദിവാസി മേഖല പോയിച്ചു വരിക. അവിടെ നിന്നുള്ള തേനും ഒക്കെ ഞാൻ മേടിച്ചോണ്ടാ വല്ല പഠിക്കാൻ തീർപ്പുണ്ട്. മനസ്സിലായില്ലേ? അവരാ കാര്യം നോക്കിക്കോളും. ആദിവാസികൾ അങ്ങനെ വളരെ റെയറായിട്ട് എങ്ങനെ അപകടം ഉണ്ടാകാം. അവർ നോക്കിക്കോളും. അവർക്ക് അതിന് കഴിവുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. അതുണ്ടായിട്ട് അങ്ങനെ എക്സെപ്റ്റ് കേസ് ഉണ്ടാവാറുണ്ടെന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പൊതുവായി ഒരു മാനദണ്ഡം എടുക്കുമ്പോൾ വനത്തിനകത്ത് ആദിവാസികൾ ചെറിയാൻ പറ്റുന്ന വേറുള്ളവർ കണ്ട കാര്യം എന്താണ്? എനിക്കെന്നെ വനത്തിനകത്ത് കണ്ട കാര്യം അതിന്റെ ആവശ്യം എന്താ? അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ജീവിക്കണം. വനവാസികൾ വനത്തിൽ കയറിക്കണം. അവർ നോക്കിക്കോളും. ആ നിലയിൽ പോകണം. അതേ പറ്റൂ. വേറെ എന്നെ ഉണ്ടല്ലോ. ഞാൻ ഒത്തിരി നാൾ കൂടി വരിക നിങ്ങളൊന്ന് കാണാൻ. ഒത്തിരി നാളായി കേട്ടോ. ഇല്ലേ? പക്ഷെ എന്റെ പഴയ ആളുകളെ ഒന്നും കാണുന്നില്ല. പഴയ ആളുകൾ ആരും ഇല്ല ഇപ്പം. പറയണ്ടോ? അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല നിലയിൽ ഈ കോൺഗ്രസ് പ്രകടന പത്രികയൊക്കെ വയനാട്ടിലെ ജനങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ താമരച്ചിഹ്നം സുരേന്ദ്രന്റെ വിജയം ഉറപ്പാവും. വേറെ കാര്യമൊന്നുമില്ല. കാര്യം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ സഖ്യമാണ് CPIയും കോൺഗ്രസ് അല്ലേ? ആ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് CPIയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാവാണ്. അതെങ്ങനെ ശരിയാവും? അവർ തമ്മിൽ അടിയുണ്ടാകുക? കാരണം ഇന്ത്യ സഖ്യം പൊളിഞ്ഞു. കേരളത്തിൽ തൊട്ടപ്പുറത്ത്, ഇവിടുന്ന് തൊട്ടപ്പുറത്ത് മൈസൂരിലോട്ട് നിന്ന് രണ്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക. തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം കെട്ടിപ്പിടിച്ച്, കോൺഗ്രസിൽ നിന്നെല്ലാം കെട്ടിപ്പിടിച്ച് CPI അല്ല. ഇവിടെ എന്താ ഇങ്ങനെ? ഇവിടെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നറിയാം. പ്രതിപക്ഷത്ത് CPM എന്താണ് ലൈനെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. CPM അവരെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അവരവിടെ വോട്ട് ചെയ്യട്ടെ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രൂപത പിതാവ് പറഞ്ഞത് ശരി. പിതാവ് ഒരു കാര്യം പറഞ്ഞല്ലോ, വയനാടുകാരൻ വയനാട്ടിൽ MP ആകട്ടെ എന്ന് പറഞ്ഞത് നല്ലതല്ല. ഇവിടെ വയനാടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ മാത്രമാണ്. സുരേന്ദ്രന്റെ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ കളറിയും വയനാടായിരുന്നു. വളരെ ചെറുപ്പം മുതൽ ഇവിടെ ജീവിച്ചയാളാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ തന്നെ ജയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളും
വളരെ ആത്മാർത്ഥമായി ഒന്ന് സുരേന്ദ്രനെ സ്നേഹിക്കണം. താമരയെ സ്നേഹിക്കാനല്ലേ നമ്മൾ സുരേന്ദ്രനെ സ്നേഹിക്കണം. ഞാൻ താമരയാണ്, നിങ്ങളെല്ലാവരും താമരയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സുരേന്ദ്രൻ എന്ന വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിച്ച് കഴിയുമെങ്കിൽ കഴിയുന്ന പോലെ സുരേന്ദ്രനെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ഇതാണ് രാഷ്ട്രീയമായ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. എന്തോ സാബു സുഭാഷ് മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോഴേ പൊക്കോട്ടെ, ഒന്നും മിണ്ടുന്നില്ലേ? എന്നാലും പൊക്കോട്ടെ. ഞാൻ ഒത്തിരി നാൾ കൂടിയാ വന്ന് ക്ഷമിക്കുക താമസിച്ചത്. ഇല്ല, ഞാൻ 20-ആം തീയതി തിരിച്ച് ഈരാറ്റുമായിട്ട് എത്തുള്ളൂ. പാലക്കാടൊക്കെ പോകട്ടെ, എല്ലായിടത്തും ഒന്ന് ഇറങ്ങി. എന്നാ എല്ലാവർക്കും നന്ദി, വളരെയേറെ നന്ദി.